Welcome to my YouTube channel Anjali Devadas Biohub. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്സ് ഡിറ്റർമിനേഷനെ കുറിച്ചാണ്. ഓക്കെ, so the cytological observation made in a number of insects lead to the concept of chromosomal basis of sex determination. Henking in 1891 could trace a specific nuclear structure all through spermatogenesis in few insects. അതായത് കുറച്ച് ഇൻസെക്റ്റിലെ സ്പെർമാറ്റോജെനിസിന്റെ സമയത്ത് ചില ന്യൂക്ലിയർ സ്ട്രക്ചർ ഉണ്ടെന്നും അതിനെക്കുറിച്ച് ട്രേസ് ചെയ്യാനായിട്ടും ഹെങ്കിങ് ശ്രമിച്ചായിരുന്നു. ആൻഡ് ഹി ഒബ്സർവ് ദാറ്റ് 50% ഓഫ് സ്പേം റിസീവ് ദിസ് ന്യൂക്ലിയർ സ്ട്രക്ചർ വൈൽ റിമൈനിങ് 50% ഡിഡ് നോട്ട് റിസീവ് ഇറ്റ്. അപ്പൊ ഹെങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇൻസെക്റ്റിന്റെ സ്പെർമാറ്റോജെനിസിന്റെ സമയത്ത് ഇങ്ങനെ അവരുടെ ആ ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് 50% സ്പേമിന് ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടുന്നുണ്ടെന്നും 50% സ്പേമിന് ഈ ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടുന്നില്ല എന്നും ഹെങ്കിങ് മനസ്സിലാക്കിയായിരുന്നു. ഹെങ്കിങ് നെയിം ദി സ്ട്രക്ചർ ആസ് എക്സ് ബോഡി. അപ്പൊ ഹെങ്കിങ് എന്ത് ചെയ്തു, ഈ ഒരു സ്ട്രക്ചറിനെ എക്സ് ബോഡി എന്ന് കൊടുത്തു. ബട്ട് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിഗ്നിഫിക്കൻസ്. അപ്പൊ അദ്ദേഹം എന്താണ്, ഇൻസെക്റ്റിന്റെ സ്പെർമാറ്റോജെനിസിന്റെ സമയത്ത് ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ ഉണ്ടെന്നും അത് 50% സ്പേമിന് കിട്ടുന്നുണ്ട്, 50% സ്പേമിന് ഈ ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി. പക്ഷെ എന്താണ് ഈ ന്യൂക്ലിയർ സ്ട്രക്ചർ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഓക്കെ, ആൻഡ് പക്ഷെ ഹെങ്കിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് എക്സ് ബോഡി എന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെങ്കിങ് നെയിം ദിസ് സ്ട്രക്ചർ ആസ് എക്സ് ബോഡി. ലേറ്റർ ദ അതർ സയന്റിസ്റ്റ് ലേഡ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദ എക്സ് ബോഡി ഓഫ് ഹെങ്കിങ് വാസ് എ ക്രോമസോം ആൻഡ് വാസ് ഗിവൺ ദ നെയിം എക്സ് ക്രോമസോം. അത് കഴിഞ്ഞ് പിന്നീട് വേറൊരു സയന്റിസ്റ്റ് മനസ്സിലാക്കി ഈ ഹെങ്കിങ് കണ്ടെത്തിയ എക്സ് ബോഡി എന്ന് പറയുന്നതാണ് ക്രോമസോം. അദ്ദേഹം അതിനെ എക്സ് ക്രോമസോം എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ഇനി ക്രോമസോമൽ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ്. ക്രോമസോം ഇസ് എ മെയിൻ ഫാക്ടർ ടു ഡിറ്റർമൈൻ സെക്സ് ഓഫ് ആൻ ഓർഗാനിസം. രണ്ട് തരത്തിലുള്ള ക്രോമസോംസുകളാണ് ഉള്ളത്. ഓട്ടോസോംസുകളുണ്ട്, സെക്സ് ക്രോമസോംസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു 23 പെയർസ് ഓഫ് ക്രോമസോം നോക്കുകയാണെങ്കിൽ 22 പെയർ എന്ന് പറയുന്നത് ഓട്ടോസോംസുകളും ബാക്കി ഒരു പെയറാണ് സെക്സ് ക്രോമസോം. ഓക്കെ, അതിൽ 22 പെയർ ഓഫ് ഓട്ടോസോം എന്ന് വെച്ചാൽ 44 ഓട്ടോസോമുകളാണ് ഉള്ളത്. ഈ ഓട്ടോസോം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓർഗാനിസത്തിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ ഓട്ടോസോമുകൾ കൊണ്ട് സാധിക്കില്ല. അത് എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു ഓർഗാനിസത്തിന്റെ സൊമാറ്റിക് ക്യാരക്ടേഴ്സ് ആയിരിക്കുള്ളൂ. ഓക്കെ, എന്തായാലും 44 ഓട്ടോസോംസിലാണ് മനുഷ്യന്മാരിലുള്ളത്. ഇനി സെക്സ് ക്രോമസോം ആണ് ശരിക്കും ഒരു ഓർഗാനിസത്തിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള സെക്സ് ക്രോമസോംസ് ഉണ്ട്. എക്സ് ക്രോമസോം ഉണ്ട്, വൈ ക്രോമസോംസ് ഉണ്ട്. ഓക്കെ, ഈ എക്സ് ക്രോമസോം ആയാലും വൈ ക്രോമസോം ആയാലും ഇവരുടെ അപ്പിയറൻസും ഡിഫറെന്റ് ആണ്, അതുപോലെ തന്നെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം നോക്കാം. ഒരു ഓർഗാനിസത്തിന്റെ സെക്സ് എന്താണെന്ന് അതിന്റെ ആ ഫെർട്ടിലൈസേഷൻ സമയത്ത് തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് ഏതാണ് ഈ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ക്രോമസോമൽ മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണുള്ളത്. ഒന്ന് എക്സോ ടൈപ്പും മറ്റേത് എക്സ് വൈ ടൈപ്പും. ഇൻ ബോത്ത് എക്സോ ടൈപ്പ് ആൻഡ് എക്സ് വൈ ടൈപ്പ് മെയിൽ പ്രൊഡ്യൂസസ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ്. അപ്പോൾ മെയിലാണ് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സ് വൈ ടൈപ്പ് ആണെങ്കിൽ എന്താണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സ് ക്രോമസോമും ചിലത് വൈ ക്രോമസോം ആയിരിക്കും. എക്സോ ടൈപ്പ് വരെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ വിത്ത് എക്സ് ക്രോമസോം അല്ലെങ്കിൽ വിത്തൗട്ട് എക്സ് ക്രോമസോം ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ബേർഡ്സിലും ഇതുപോലെ തന്നെ സാധാരണ ഇപ്പോൾ മെയിൽസിലാണ് കാണിക്കുന്നത് ഹെട്രോസൈഗോസിറ്റി. അതുപോലെ ബേർഡ്സിന്റെ ഫീമെയിൽസിൽ ഹെട്രോസൈഗോസിറ്റി കാണിക്കുന്നുണ്ട്. അതായത് അവർക്ക് ZW എന്ന് വരും. ZW എന്ന് പറയുന്നത് ബേർഡ്സ് ആണ്, ഫീമെയിൽ ബേർഡ്സ് ആയിരിക്കുള്ളൂ. ZZ എന്ന് പറയുന്നത് മെയിൽ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മെയിൽ ഹെട്രോഗമെറ്റി, അതായത് നമ്മളുടെ കേസ് ഇപ്പം ഹ്യൂമൻസിന്റെ കേസ്, ഡ്രോസോഫിലയുടെ കേസ്, ഗ്രാസ് ഹോപ്പറിന്റെ കേസ്, ഇതൊക്കെ മെയിൽസ് ഹെട്രോഗമെറ്റി ആയിരിക്കുള്ളൂ. എന്തായാലും രണ്ട് തരത്തിലുണ്ട്, എക്സോ ടൈപ്പ് ഉണ്ട്, എക്സ് വൈ ടൈപ്പ് ഉണ്ട്. ഇവിടെ ആദ്യം നമുക്ക് ഗ്രാസ് ഹോപ്പറിന്റെ കേസ് പറയാം. അതാണ് എക്സോ ടൈപ്പ് എന്ന് പറയുന്നത്. ദ മെയിൽ ഹാവ് ഓൺലി 1 എക്സ് ക്രോമസോം. അതായത് എക്സോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് എക്സ് ക്രോമസോം ഒരെണ്ണം, മറ്റേത് വിത്തൗട്ട് എക്സ് ക്രോമസോം ആണ്. ഓക്കെ, അതുപോലെ ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോം ഉണ്ട്. അപ്പൊ മെയിൽസ് എന്ന് പറയുന്നത് അവർക്ക് 1 എക്സ് ക്രോമസോമും ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോംസ് ആണ് ഈ ഒരു ഗ്രാസ് ഹോപ്പറിന്റെ കേസിലുള്ളത്. ഓക്കെ, ആൻഡ് മെയിൽസ് ആർ ഹെട്രോഗാമറ്റിക്.
ഹെട്രോഗാമറ്റിക്, അതായത് അവർക്ക് 2 തരത്തിലുള്ള ഗ്യാമൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് എക്സ് ക്രോമസോം ഉള്ളതും മറ്റേ പകുതി എന്ന് പറയുന്നത് വിത്തൗട്ട് എക്സ് ക്രോമസോം ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി XS/XY ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കേസിൽ, ഹ്യൂമൻസിന്റെ കേസിലും അതുപോലെ തന്നെ ഡ്രോസോഫിലയുടെ കേസിലാണ്. ഇവിടെ ഫീമെയിൽസിന് XS ഉണ്ട്, അതായത് 2 XSഉം മെയിൽസിന് 1 എക്സ് ക്രോമസോമും 1 Y ക്രോമസോംസ് ആണ് ഉണ്ടാവുന്നത്. സോ ഫീമെയിൽസ് ആർ ഹോമോഗ്യാമെറ്റിക്. ഹോമോഗ്യാമെറ്റിക് എന്ന് പറയുന്നത് അവർ XX ആണ്. അപ്പൊ അവർക്ക് എന്താണ് ഓവം ഉണ്ടാകുമ്പോൾ 1 എക്സ് ക്രോമസോമേ 1 എക്സ് ഗ്യാമൈറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മെയിൽ ഹെട്രോഗ്യാമെറ്റിക് ആകുമ്പോൾ അവർക്ക് 2 ഗ്യാമൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു എക്സ് ഗ്യാമൈറ്റ് ഉണ്ടാക്കാൻ പറ്റും, വൈ ഗ്യാമൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫെർട്ടിലൈസേഷന്റെ സമയത്ത് എങ്ങനെയാണ് ആ ഒരു സ്പേം ഏത് ക്രോമസോമാണ് ക്യാരി ചെയ്യുന്നത് അപ്പോഴാണ് തീരുമാനിക്കുന്നത് ഉണ്ടാവുന്ന കുട്ടി മെയിൽ ആണോ ഫീമെയിൽ ആണോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നോക്കാം. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്നത് XY ടൈപ്പ് ആണ്. മാൻ എന്ന് പറയുന്നത് 22 പെയർ ഓഫ് ഓട്ടോസോംസും 1 പെയർ സെക്സ് ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? ഫീമെയിൽസിന്റെ കേസ് ആണെങ്കിൽ 44 ഓട്ടോസോമുകളും XS എന്നാണ് ഫീമെയിൽസിന്റെ കേസ് പറയുന്നത്. മെയിൽ ആണെങ്കിലോ 44 ഓട്ടോസോമും അവർക്ക് XY ആണ് മെയിലിന്റെ കേസിൽ. അപ്പോൾ ഡ്യൂറിങ് oogenesis the female produce only 1 type of egg which carry 22 autosome plus X. അപ്പോൾ ഈ ഒരു oogenesisന്റെ സമയത്ത്, അതായത് ഓവം ഉണ്ടാവുന്ന സമയത്ത് ഇവർ ക്യാരി ചെയ്യുന്നത് 22 ഓട്ടോസോമും പിന്നെ 1 എക്സ് ക്രോമസോമാണ്. അതുകൊണ്ടാണ് ഫീമെയിലിനെ ഹോമോഗ്യാമെറ്റിക് എന്ന് പറയുന്നത്. സ്പെർമാറ്റോജെൻസിന്റെ സമയത്ത് മെയിൽ 2 തരത്തിലുള്ള സ്പേമുകൾ ഉണ്ടാക്കും. ഒരു 50% അവരുണ്ടാക്കുന്നത് 22 ഓട്ടോസോം പ്ലസ് എക്സ് ആയിട്ടും പിന്നുള്ളത് 22 ഓട്ടോസോം പ്ലസ് വൈ ആയിട്ടാണ്. അതുകൊണ്ടാണ് മെയിൽ ഹെട്രോഗ്യാമെറ്റിക് എന്ന് പറയാൻ കാരണം. ഓക്കെ, ദ സെക്സ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ടൈപ്പ് ഓഫ് സ്പേം ഫെർട്ടിലൈസിങ് ആൻഡ് ഓവം. അപ്പോൾ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്പേമാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഈക്വൽ ചാൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഇഫ് ദ ഓവം ഈസ് ഫെർട്ടിലൈസ്ഡ് വിത്ത് എ സ്പേം ക്യാരിങ് എക്സ് ക്രോമസോം, അതായത് എക്സ് ക്രോമസോം ക്യാരി ചെയ്യുന്ന സ്പേമാണ് ഈ ഒരു, അതായത് ഓവത്തിന് ഓൾറെഡി എക്സ് ക്രോമസോമേ ഉള്ളൂ, ഒരു എക്സേ ഉള്ളൂ. സ്പേം ക്യാരി ചെയ്യുന്നത് എക്സ് ക്രോമസോം ഉള്ള ഇതാണ് കൊണ്ടുവന്നെങ്കിൽ XX ചേർന്ന് ഫീമെയിൽ ആണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ സ്പേം വരുന്നത് വൈ ക്യാരി ചെയ്തിട്ടാണ് കൊണ്ടുവന്നെങ്കിൽ എന്താണ് ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ XY ചേർന്ന് മെയിലാണ് തന്നിരിക്കുന്ന കുട്ടിയാവുന്നത്. അപ്പോൾ ഇഫ് ആൻ ഓവം ഈസ് ഫെർട്ടിലൈസ്ഡ് വിത്ത് എ സ്പേം ക്യാരിങ് എക്സ് ക്രോമസോം സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു ഫീമെയിൽ, അതായത് 44 ഓട്ടോസോം പ്ലസ് XX ആവും. മനസ്സിലായി? അപ്പോൾ സൈഗോട്ട് എന്ന് പറയുമ്പോൾ 44 ഓട്ടോസോമും XX ആയിട്ട് മാറും. മെയിൽ ആണെങ്കിൽ 44 ഓട്ടോസോം പ്ലസ് XY ആയിട്ട് മാറും. The genetic makeup of the sperm determines the sex of the child. അതായത് ശരിക്കും ആരാ തീരുമാനിക്കുന്നത്? സ്പേമാണ്. ഈ ഉണ്ടാവുന്ന കുട്ടി ഏതാണെന്ന് സ്പേമാണ്. സ്പേം ക്യാരി ചെയ്യുന്നത് എക്സ് ക്രോമസോം ആണെങ്കിൽ എഗ്ഗിലുള്ള എക്സും ചേർന്ന് XX ചേർന്ന് ഫീമെയിൽ ആവും. സ്പേം വൈ ക്യാരി ചെയ്താൽ ഈ വൈയും ഓവത്തിലുള്ള എക്സും ചേർന്ന് XY ആയിട്ട് മെയിലാണ് ആവുന്നത്. ഓക്കെ, സോ ഓരോ പ്രഗ്നൻസിന്റെ സമയത്ത് 50% പോസിബിലിറ്റിയും 50% ചാൻസ് ആണുള്ളത് ആ കുട്ടി മെയിൽ ആവോ ഫീമെയിൽ ആവോ എന്നുള്ളത്. എന്തായാലും മുന്നേക്കെ സമൂഹം, ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു, മുന്നേക്കെ ഈ സമൂഹത്തിൽ എപ്പോഴും ഫീമെയിൽസിനെ ഒന്ന് ബ്ലെയിം ചെയ്തിരുന്നത്, എപ്പോഴും ഫീമെയിൽസ് പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുന്ന അമ്മ, അല്ലെങ്കിൽ ആൺകുട്ടികളെ പ്രസവിക്കാത്ത അമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡിസ്ക്രിമിനേഷൻ പണ്ട് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. സോ അന്ന് ബ്ലെയിം ചെയ്തിരുന്നത് ശരിക്കും ആരെയാണ്? ആ പെണ്ണിനെ ആയിരുന്നു. ശരിക്കും ആരായിരുന്നു സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? കുട്ടിയുടെ മെയിലാണ്. അതായത് മെയിലിന്റെ സ്പേം ക്യാരി ചെയ്യുന്ന ക്രോമസോം ഏതാണോ അതനുസരിച്ചിരിക്കും ഉണ്ടാവുന്ന കുട്ടി. ഓക്കെ, ഫീമെയിൽസിന് ആകെ എക്സ് ക്രോമസോം ഉള്ളൂ, കാരണം ഫീമെയിൽ ഹോമോസൈഗസ് ആണ്. XX അവർക്ക് വൈ എന്ന് പറയുന്ന സാധനം, വൈ ക്രോമസോം എന്ന് പറയുന്ന സാധനം ഫീമെയിൽസിനില്ല. സോ ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഈ വൈ ക്രോമസോമും എക്സ് ക്രോമസോമും മെയിൽസിനുണ്ട്. അപ്പൊ അതിൽ ഏതിൽ ഒരെണ്ണം ഇക്കില്ലേ വരാം. ഇനി അടുത്തത് ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി നോക്കാം. ZZZW എന്ന് പറയുന്നതാണ് ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി വരുന്നത്. അതായത് ബേർഡ്സിന്റെ കേസിലും ഫിഷസിന്റെയും ഫൗൾസിന്റെ ഒക്കെ കേസിലൊക്കെ ഫീമെയിൽ സൈക്കിളോ ഹെട്രോഗ്യാമിറ്റിക്. അപ്പോൾ ഫീമെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ZW, അപ്പൊ 2 ഗ്യാമറ്റ്സ് ആണുള്ളത്. അപ്പൊ മെയിൽ എന്ന് പറയുന്നത് ZZ. ഓക്കെ, അതാണ് ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സെക്സ് ഡിറ്റർമിനേഷനിൽ പഠിക്കാനായിട്ടുള്ളത്.